Hi students, accounting for share capital or company's accounts അതിൽ വരുന്ന ബേസിക് ജേണൽ എൻട്രീസ്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ബേസിക് ജേണൽ എൻട്രീസ്. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അതിൻ്റെ ഷെയർ വാല്യൂ ഒന്നുകിൽ ലംസമായിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ് ഞാനിവിടെ പറയുന്നത്. ലംസമായിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ വെറും 2 ജേണൽ എൻട്രി മാത്രമേ വരുള്ളൂ. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ എത്ര ടൈമായിട്ടാണോ എത്ര പ്രാവശ്യമായിട്ടാണോ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് അതിന് കണക്കായിട്ട് ജേണൽ എൻട്രി മാറും. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിന് 2 ജേണൽ എൻട്രി വീതം ഉണ്ടായിരിക്കും. അപ്പം ഞാനിവിടെ പറയുന്നത് ഷെയർ, അതായത് ഷെയർ വാല്യൂ, ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അത് പബ്ലിക്കിന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ ഫസ്റ്റ് കിട്ടും. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടുമ്പം ആപ്ലിക്കേഷൻ മുതലുള്ള ജേണൽ എൻട്രിയാണ് ഞാനിവിടെ പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ വെക്കാം. അതിനു മുന്നേ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തത് ഒന്നുകിൽ ഫേസ് വാല്യൂലായിരിക്കാം, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കാം. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന് എത്രയാണോ വാല്യൂ അതേ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുമ്പം അതിന് ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുമെന്ന് പറയാം. അതിനൊക്കെ, അതായത് ഷെയറിന് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനും കൂടുതൽ പ്രൈസിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതെന്നും പറയാം. ഇനി ഡിസ്കൗണ്ടിൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യും, പക്ഷെ അത് പബ്ലിക്കിനായിരിക്കില്ല, എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ആയിരിക്കും കമ്പനി ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് സ്വെറ്റ് ഇക്വിറ്റി അങ്ങനെയാണ് അതിന് പറയുന്നത്. അങ്ങനെയുള്ള കേസിലാണ് നോർമൽ കേസിൽ കമ്പനി ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുക, അല്ലാതെ പബ്ലിക് ഓഫറിങ് സാധാരണയായിട്ട് ഉണ്ടാവാറില്ല. ഇവിടെ ഇപ്പം ഞാൻ ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുമ്പം എങ്ങനെയാണ് ജേണൽ എൻട്രി വരുവാന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ഞാനിവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് 100 റുപ്പീസാണ്. ഈ 100 റുപ്പീസ് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ആപ്ലിക്കേഷൻ്റെ കൂടെ 20 റുപ്പീസ്, അലോട്ട് ചെയ്യുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയായിട്ട് 30, ഫസ്റ്റ് കോൾ 30, സെക്കൻഡ് കോൾ 20, ഇങ്ങനെ 4 പ്രാവശ്യമായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ 100 റുപ്പീസ് ഫേസ് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. കളക്ട് ചെയ്യുന്നത് ഈ 4 ടൈപ്പിലാണെങ്കിൽ ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്, അല്ലാതെ 100 വെച്ചിട്ടല്ല. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് പബ്ലിക്കിൻ്റെ അടുത്ത് ആപ്ലിക്കേഷനാണ് കിട്ടുക കമ്പനിക്ക്. ആപ്ലിക്കേഷൻ കിട്ടുമ്പം ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ ആപ്ലിക്കേഷൻ മണി ആയ 20 റുപ്പീസ് കൂടി വരണം. അപ്പോൾ 20 റുപ്പീസ് വരുന്നത് എങ്ങനെയാണെന്ന്, 20 റുപ്പീസ് വരുന്നത് വെച്ചിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. ഓക്കെ, ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് 10,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രി എങ്ങനെയാണ് വരുമെന്ന് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ കിട്ടുക ചെയ്യുക. ആപ്ലിക്കേഷൻ കിട്ടുമ്പം ഈ ആപ്ലിക്കേഷൻ മണിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. അത് കമ്പനി ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണോ ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ചിലപ്പം ഇക്വിറ്റി ഷെയർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആയിരിക്കാം. ഏത് ഷെയർ ആണോ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ പേര് അങ്ങനെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് ഇവിടെ കൊടുക്കണം. ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വെറും ഷെയർ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. എമൗണ്ട് എഴുതേണ്ടത് ഈ 20 റുപ്പീസ് ആണല്ലോ ആപ്ലിക്കേഷൻ മണി, ഈ 20 ഇൻറ്റു എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഷെയർ, അതായത് 10,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്. ആ 10,000 ഓഫർ ചെയ്തത് ആ 10,000നും ആപ്ലിക്കേഷൻ കിട്ടി എന്നുള്ള അസംഷനിലാണ് ഞങ്ങൾ ഈ ജേണൽ എൻട്രി പറയുന്നത്. അങ്ങനെ 10,000നും ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അലോട്ട് ചെയ്യുന്നതും അലോട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസും. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിയത് 10,000 ഷെയറിനാണെങ്കിൽ 10,000 നമ്പർ ഓഫ് ഷെയർ 10,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണിയായ 20, ഈ 10,000ഉം 20യും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 lakhs ആണ് ഇവിടെ എമൗണ്ട് ആയി ഇടേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടുമ്പം ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷൻ, അതായത് കിട്ടിയ ആപ്ലിക്കേഷൻ മുഴുവൻ കമ്പനി അലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന് ആപ്ലിക്കൻറ്റിന് അലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, അതായത് കിട്ടിയ ആപ്ലിക്കേഷൻ മണി മുഴുവൻ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഷെയർ അലോട്ട് ചെയ്യുമ്പം ജേണൽ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈ 2 ജേണൽ എൻട്രിയാണ് ആപ്ലിക്കേഷൻ മണിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ കിട്ടുന്നത്, പിന്നെ അത് അലോട്ട് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അപ്പോൾ ഫസ്റ്റ് എമൗണ്ട് കിട്ടി, ഇനി സെക്കൻഡ് എമൗണ്ട് 30 വാങ്ങണം. 30 വാങ്ങുന്നത് അതിന് അലോട്ട്മെൻറ്റ് മണി, അതായത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുമ്പം അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി എന്നാണ് പറയാം.
അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പം ജേണൽ എൻട്രി അത് ഡ്യൂ ആവുമെന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുന്നതാണ് ഇത്ര അലോട്ട്മെൻറ്റ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഈ ഡേറ്റിലടക്കം അലോട്ട്മെൻറ്റ് മണി അടക്കണം. അപ്പം ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രി രണ്ടാമതാണ് വരുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ കേസിൽ ഷെയർ ക്യാപിറ്റൽ വരുന്നത് രണ്ടാമതാണ് വരുന്നത്. പക്ഷേ അലോട്ട്മെൻറ്റ് മുതൽ ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രി ഫസ്റ്റാണ് വരിക. അതായത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് വരുന്നത് അലോട്ട്മെൻറ്റ് മണി 30 ആണല്ലോ, 30 ഇൻറ്റു 10,000, അതായത് 10,000 ഇൻറ്റു 30, 3 lakhs ആണ് ഇവിടെ വരുന്നത് ഇത് ഡ്യൂ ആകുമ്പോൾ. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഈ അലോട്ട്മെൻറ്റ് മണി കമ്പനിയിലേക്ക് അടച്ചു കഴിഞ്ഞാൽ, കമ്പനിക്ക് അലോട്ട്മെൻറ്റ് മണി കിട്ടുമ്പം ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ. കാരണം എല്ലാ മണിയും കിട്ടിയിട്ടുണ്ടെന്നുള്ള അസംഷനിൽ സെയിം എമൗണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് പോർഷനും ഈ 2 ജേണൽ എൻട്രിയിൽ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് കോളാണ് വരുന്നത്. ഫസ്റ്റ് കോൾ 30 ആകുമ്പോൾ ജേണൽ എൻട്രി വരുക. അത് ഡ്യൂ ആവുമെന്ന് ആദ്യം അറിയിക്കണം. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അത് ഡ്യൂ ആണെന്ന് അറിയിക്കുക. അത് എമൗണ്ട് വരുന്നത് 10,000 ഇൻറ്റു 30, ഇപ്പോൾ 3 lakhs ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ആവുന്നത്. ഇനി അത് കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് സെയിം തന്നെ. ഇനി ഒരു സെക്കൻഡ് കോൾ വരുന്നുണ്ട്. സെക്കൻഡ് കോൾ 20, സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ എന്നൊക്കെ പറയാം. 20 വരുന്നുണ്ട്. അതിന് വരുന്ന ജേണൽ എൻട്രി ഈ ഷെയർ ഫസ്റ്റ് കോളിന് എഴുതിയ ജേണൽ എൻട്രി ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് വരുന്നത്. ഷെയർ ഫസ്റ്റ് കോളിന് പകരം ഷെയർ സെക്കൻഡ് കോൾ ഇട്ട് കൊടുക്കുക, ടു ഷെയർ ക്യാപിറ്റൽ ആക്കുക. എമൗണ്ട് മാത്രം മാറും, 10,000 ഇൻറ്റു 20. പിന്നെ അത് കിട്ടുമ്പം ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ സെക്കൻഡ് കോൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ. അപ്പോൾ ഓരോ ആപ്ലിക്കേഷന് 2 ജേണൽ എൻട്രി വേണം, അലോട്ട്മെൻറ്റിന് 2 ജേണൽ എൻട്രി വേണം, ഫസ്റ്റ് കോളിന് 2 ജേണൽ എൻട്രി വേണം. ഇനി സെക്കൻഡ് കോൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് കോളിന് 2 ജേണൽ എൻട്രി വേണം. ഇതുപോലെ തന്നെ വരും ഫസ്റ്റ് കോളിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ കോളിൻ്റെ പേര് മാറ്റുക മാത്രം. ഇനി ഫൈനൽ കോൾ ഉണ്ടെങ്കിൽ ഫൈനൽ കോളിന് 2 ജേണൽ എൻട്രി വേണം. അപ്പോൾ ഇത് ബേസിക് എൻട്രി മാത്രമാണ്. ഇനി ചിലപ്പം ഡ്യൂ ആയ എമൗണ്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രിയിൽ മാറ്റം വരും. പക്ഷേ ബേസിക്കായിട്ട് ഇത് വേണം, നിർബന്ധമായിട്ട് ഈ ജേണൽ എൻട്രി വേണം. അപ്പോൾ ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. ഇതിപ്പം 4 പ്രാവശ്യം 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ 8 ജേണൽ എൻട്രി. ഇതിപ്പം 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ജേണൽ എൻട്രി മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. 6 ജേണൽ എൻട്രി വരുന്നുണ്ട്. 4 ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ 8 ജേണൽ എൻട്രി വരും. 5 ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ 10 ജേണൽ എൻട്രി വരും. അപ്പോൾ ജേണൽ എൻട്രിയിൽ വരുന്ന മാറ്റം നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആപ്ലിക്കേഷനിൽ മാത്രമേ ബാങ്ക് വരുന്ന ജേണൽ എൻട്രി ആദ്യം വരുന്നുള്ളൂ, ഷെയർ ക്യാപിറ്റൽ വരുന്നത് രണ്ടാമത് വരുന്നത്. ഇതാ ഇവിടെ ബാങ്ക് വരുന്നത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ വരുന്ന ജേണൽ എൻട്രി ഫസ്റ്റ്, ബാങ്കിൻ്റെ അത് വരുന്നത് ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ മാത്രമേ ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ വരുന്നത് രണ്ടാമതാണ്. പക്ഷേ ഇതിന് ശേഷം വരുന്ന ഒക്കെ ജേണൽ എൻട്രിയിൽ ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റും ബാങ്ക് രണ്ടാമത്, ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് ബാങ്ക് രണ്ടാമത്, ഇനിയുള്ളതിലൊക്കെ അങ്ങനെ തന്നെയായിരിക്കും വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ഷെയർ ക്യാപിറ്റലിൻ്റെ അത് ഫസ്റ്റും ബാങ്ക് രണ്ടാമത് ജേണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിപ്പം ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി പ്രീമിയത്തിനാണ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ട്. അപ്പോൾ പ്രീമിയം ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയായിരിക്കും പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുക. ചിലപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആപ്ലിക്കേഷൻ്റെ കൂടെയാണ് പ്രീമിയം വരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ജേണൽ എൻട്രിയിൽ വരുന്ന മാറ്റം ചേഞ്ച് ചെയ്യുന്ന ജേണൽ എൻട്രി മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒന്നാമത്തെ ജേണൽ എൻട്രി അതുപോലെ തന്നെ എഴുതുക. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എത്രയാണോ ആപ്ലിക്കേഷൻ കിട്ടിയത്, ആപ്ലിക്കേഷൻ മണിയായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതും നമ്പർ ഓഫ് ഷെയറും മൾട്ടിപ്ലൈ ചെയ്തതാണ് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടത്. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് മാറ്റം വരിക. അതായത് ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രി രണ്ടാമതാണല്ലോ ഇതിൽ. എപ്പോഴും പ്രീമിയം ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രി രണ്ടാമതാണ്. അപ്പോൾ അതായത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്, നമ്മൾ റിയലായിട്ട് പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് പ്രീമിയം വേറെ തന്നെ കാണിക്കേണ്ടത്. പ്രീമിയം ഒരിക്കലും ഷെയർ ക്യാപിറ്റലിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, അതായത് പ്രീമിയം റിസർവിലേക്കാണ് ഈ പ്രീമിയം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതൊരിക്കലും ക്യാപിറ്റലിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ എമൗണ്ട് എങ്ങനെയാണ് വരുവാണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് 120 rupees ആയിട്ടാണ് ഷെയറിൻ്റെ വാല്യൂ ഇട്ടിട്ടുള്ളത്. ഫേസ് വാല്യൂ അല്ല, പ്രീമിയത്തിലുള്ള ഷെയറാണ്.
അപ്പോൾ വാല്യൂ ഓഫ് ഷെയർ 120 റുപ്പീസാണ്. ഫേസ് വാല്യൂ 100 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 പ്രീമിയം ആയിരിക്കും. ഈ 20 പ്രീമിയം ആപ്ലിക്കേഷൻ്റെ കൂടെ കളക്ട് ചെയ്യുമ്പം ആപ്ലിക്കേഷൻ മണി 40 ആയി മാറി. ഈ 40ൽ 20 ആപ്ലിക്കേഷൻ മണിയും 20 പ്രീമിയം ആണ്. അപ്പോൾ ഈ 20 പ്രീമിയം 20 ആപ്ലിക്കേഷൻ മണി ആകുമ്പം ഈ 20 ആപ്ലിക്കേഷൻ മണി നമ്മൾ ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. 10,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണിയായ 20 ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം. 10,000 ഇൻറ്റു പ്രീമിയം ആയ 20 ഇതിലേക്ക് പോകണം, 2 lakhs. അപ്പോൾ 2 lakh ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്കും 2 lakh പ്രീമിയം മണി സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്കും പോവും. ഷെയർ ആപ്ലിക്കേഷനിലേക്ക് രണ്ടും കൂടിയുള്ള 4 lakhs ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ഷെയർ ആപ്ലിക്കേഷനിലേക്ക് വരിക 40 ഇൻറ്റു 10,000 ഇൻറ്റു 40 ആണ്. എപ്പോഴും ഷെയർ ആപ്ലിക്കേഷനിലേക്ക് വരുമോ 10,000 ഇൻറ്റു 40. ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടേണ്ടത്. ഓക്കെ, ഇനി പ്രീമിയം എമൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ മണി 20 തന്നെയായിരിക്കും. അലോട്ട്മെൻറ്റ് മണിയാണ് കൂടുക. അലോട്ട്മെൻറ്റ് മണി നമ്മൾ മുന്നേ പറഞ്ഞത് 30 ആണ്. 30യുടെ കൂടെ ഈ 20 പ്രീമിയം കൂടിയായിട്ട് 50 വന്നു. പിന്നെ ഫസ്റ്റ് കോൾ 30, സെക്കൻഡ് കോൾ 20. അപ്പോൾ ഇങ്ങനെ വരുമ്പം ജേണൽ എൻട്രിയിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ ജേണൽ എൻട്രിയിൽ ഒരു മാറ്റം വരില്ല. ആപ്ലിക്കേഷനിലെ ജേണൽ എൻട്രി ഫസ്റ്റ് തന്നെ അതേ 2 ജേണൽ എൻട്രി ഇട്ട് കൊടുക്കുക. ആപ്ലിക്കേഷൻ മണി എത്രയാണ്? 20 അല്ലേ? 10,000 ഇൻറ്റു 20 എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അലോട്ട്മെൻറ്റിലാണ് ഇവിടെ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തതെങ്കിൽ ജേണൽ എൻട്രിയിൽ വരുന്ന മാറ്റം, ഈ അലോട്ട്മെൻറ്റിൽ ഇവിടെയാണ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഫസ്റ്റ് തന്നെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ജേണൽ എൻട്രി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് മാറ്റം വരുന്നതെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, അതാണ് ഇവിടെ വരേണ്ട ജേണൽ എൻട്രി. ഓക്കെ, അപ്പം എമൗണ്ട് വരുന്നത് ഷെയർ ക്യാപിറ്റലിലേക്ക് ഈ അതായത് ഷെയർ അലോട്ട്മെൻറ്റിൽ 10,000 ഇൻറ്റു 50 ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി 50 എന്ന് പറഞ്ഞിട്ട് ഷെയർ അലോട്ട്മെൻറ്റിൽ ഇട്ട് കൊടുക്കുക. ഷെയർ ക്യാപിറ്റലിലേക്ക് 10,000 ഇൻറ്റു ആക്ച്വൽ അലോട്ട്മെൻറ്റ് മണി 30 ആണ്. 10,000 ഇൻറ്റു 30 ആണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ടത്. പ്രീമിയം ഇതിൽ വരുന്നത് 20 ആണ്. 10,000 ഇൻറ്റു 20 ആണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മണി പ്രീമിയം വരുന്നത് ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രിയിലാണ്. അപ്പോൾ ഇവിടെ ഈ ജേണൽ എൻട്രിക്ക് പകരം ഈ ജേണൽ എൻട്രി ഇട്ട് കൊടുക്കുക. പിന്നെ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 50 10,000 ഇൻറ്റു 50 എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ഇട്ട് കൊടുക്കുക. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്രീമിയം ഏതിലാണ് ഉള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രമേ പ്രീമിയത്തിൻ്റെ ജേണൽ എൻട്രി വരുള്ളൂ. അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ജേണൽ എൻട്രി ഏതാണോ അതിലാണ് സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വീഡിയോ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.